ഇനി മന്തി ഉണ്ടാക്കാൻ എന്ത് എളുപ്പമല്ലേ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പ്രയോഗിച്ചോളിട്ടാ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. നമുക്ക് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിരിക്കണ്. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയല്ലല്ലോ. എന്തായാലും ഈ റെസിപ്പി പൂർണ്ണമായിട്ട് ഉണ്ടല്ല കേട്ടോ, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ എടുത്തുകൊണ്ട് ഇത് അതേമാതിരി വരഞ്ഞു കൊടുക്കണം കേട്ടോ. 4 വലിയ പീസ് എടുത്തിക്കണ്, അത് ഞാനിത് അതേപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് 1/2 കിലോ അരി കൊണ്ടുള്ള മന്തിയായിട്ട് വെക്കണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചിക്കൻ മാത്രമേ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. ചിക്കൻ ആദ്യം നല്ല വരഞ്ഞു കൊടുത്തതിന് ശേഷം അതിക്കൊന്ന് മസാല ആക്കി വെക്കാനും വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിതാ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാദ്യം നമ്മൾ ഇതിലൊന്ന് മുക്കി വെക്കണം, അതിന് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് നമുക്കിതാ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ സുർക്കയും കൂടെ ചേർക്കുക. സുർക്ക പറഞ്ഞ വിനാഗിരി അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ടേ. 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇത് അതേമാതിരി മുക്കി വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പത്തിന് അതിൻ്റെ ഉള്ളിൽ ആ ഒരു എല്ലാം കൂടി ഒന്നിങ്ങനെ ചേർന്ന് നല്ലൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളും. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു സവാളൻ്റെ പകുതിയൊക്കെ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും, പിന്നെ അതിലോട്ട് ഇതാ 1/2 ടീസ്പൂണ് മുളക് പൊടിയും, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണിന് മുകളിൽ കുരുമുളക് പൊടി, പിന്നെ അതിലോട്ട് തന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് അതൊന്നും ഇങ്ങോട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. മാക്സിമം അരക്കാൻ പറ്റുമെങ്കിൽ അത്രയും അരച്ചോളി, അതായിരിക്കും നല്ലത്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ട് നമ്മൾ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണേ, വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തുകൊണ്ട് ഇതേപോലെ ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വരഞ്ഞ് നേരത്തെ നമ്മൾ മുക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ, അതിൽ വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഈ മസാലയിൽ നല്ല ഒന്ന് പുരട്ടിയെടുക്കണം കേട്ടോ. അതവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാനും വേണ്ടി ഇവിടെ വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇൻഡസ് വാലിയിൽ നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണി പോട്ടിലാട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ലിങ്കൊക്കെ നമ്മളിതിന് മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനിതാ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഗ്രാമ്പും പട്ടിയും ഏലക്കായും ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും, പിന്നെ ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് എടുക്കണ്ട, ഒരു 1/2 മതി, അതും കൂടെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്കിത് അതുപോലെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1-2 വരെയൊക്കെ ഇടാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മതി നമ്മൾ ബാക്കി ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കൽ. അപ്പോൾ എന്തായാലും ഞാനിതെല്ലാം കൂടി ചേർത്ത് നല്ല വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു 1/2 കിലോ ബസുമതി റൈസാണ്, 1/2 കിലോ മന്തി റൈസ്, എല്ലാ റൈസ് ആയിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. എനിക്കിവിടെ ചുവപ്പ് കളറുള്ളത്, അതായത് കളർ മാറിയിട്ടുള്ള അരി കിട്ടിയത്, വെള്ള അരിയാണ് നല്ലത്. അത് നല്ല കഴുകി വൃത്തിയാക്കി കുതിർക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് കഴുകി അതിൻ്റെ വെള്ളം വാർത്തതിന് ശേഷം അതങ്ങ് ഇട്ട് കൊടുക്കുക. 1/2 കിലോന് അരി ഉണ്ട്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് നിങ്ങൾ അളന്നെടുക്കുക. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇതേമാതിരി തിളക്കുന്നതിൻ്റെയൊക്കെ മുൻപായിട്ട് തന്നെ ഇതുമാതിരി 2 ഫോയിൽ പേപ്പർ, 2 തട്ടിലാണ് കേട്ടോ ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് നല്ലോണം ഹോൾസ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ പുറത്താട്ടോ നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ എന്താ 4 പീസ് നമ്മൾ മസാല ആക്കിയത് ആ മസാലയോട് കൂടിയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മസാല മൊത്തം അതിൻ്റെ പുറത്ത് അങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒരു ഫോയിലും പാടെ വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐഡിയ സത്യം പറഞ്ഞാൽ ഇന്ത്യ അല്ല കേട്ടോ, ഞാൻ ഷെഫ് ഷമീമിൻ്റെ റെസിപ്പിയിലൊക്കെ ഇതിന് മുമ്പേ കുറേ മുൻപ് കണ്ടതാണ്. ചെയ്ത് നോക്കണമെന്ന് കുറേ ആയി വിചാരിക്കണം. എന്തായാലും പറ്റിയൊരവസരം ഇപ്പോൾ കിട്ടി, ചെയ്ത് നോക്കി. ഇങ്ങനെ അടച്ചു കൊടുത്ത ശേഷം നമ്മളിത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെറിയ തീയിലിട്ടിട്ടില്ലേ, തിളച്ചു കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ വെക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കുക. 1/2 മണിക്കൂർ വെക്കുമ്പോഴത്തേനും നമ്മുടെ ചോറും വെന്തിട്ടുണ്ടാവും, ചിക്കനും വെന്തിട്ടുണ്ടാവും. 1/2 മണിക്കൂറിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്നാൽ മതി കേട്ടോ. അപ്പത്തന്നെ നമ്മുടെ റൈസൊക്കെ നല്ല കുക്കായി, ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേവോന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും. ഒരു ഡൗട്ടും വേണ്ട, നല്ല സൂപ്പറായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല മൂത്ത ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റൊക്കെ വെച്ചോളുണ്ട്, കുറേയൊക്കെ വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇതൊരു പാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിർബന്ധമല്ല, പക്ഷെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ കാണാനൊരു മൊഞ്ചുണ്ടാവും. നമ്മൾ ഈ ഒരു മന്തിയിൽ ഒട്ടും തന്നെ കളർ ചേർത്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പോൾ അതാ ഇതേപോലെ 1-2 സൈഡ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ട് ഇതും കൂടി നമ്മുടെ റൈസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്മോക്ക് ചെയ്യണുണ്ട് കേട്ടോ.
സ്മോക്കും കൂടെ ചെയ്യുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ ആ ഒരു പുകയിൽ കുറച്ച് സമയം ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ മന്തിയുടെ കറക്റ്റ് ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഗതി സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇത്തവണ പെരുന്നാൾക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു.